എറണാകുളത്തേക്കാണ് പോകുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായും ഒരു മഴ പെയ്താൽ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്നൊരു നഗരം കൂടിയാണ്, പൂർണ്ണമായും വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു നഗരം കൂടിയാണ് എറണാകുളം. അവിടുത്തെ ഒരു സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. കനത്ത മഴയിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെള്ളക്കെട്ട്. റെയിൽവേ സ്റ്റേഷൻ നവീകരണം നടക്കുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാതായി. ഇതോടെ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർ ദുരിതത്തിലാണ്. ഡാനി ഇപ്പോൾ ഉണ്ട് വിവരങ്ങളുമായി. ഡാനി, ആദ്യം അറിയേണ്ടത് എറണാകുളത്തെ മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടെ കനത്ത മഴയുണ്ടോ, അല്ലെങ്കിൽ മഴയ്ക്ക് കുറവാണോ? പ്രത്യേകിച്ചും വെള്ളക്കെട്ടിന്റെ കാര്യം എടുത്തു പറയേണ്ടല്ലോ അല്ലേ? കാരണം ഒരു മഴ പെയ്താൽ പൂർണ്ണമായും വെള്ളക്കെട്ടിൽ മുങ്ങുന്ന ഒരു നഗരം കൂടിയാണ് എറണാകുളം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? റെയിൽവേ സ്റ്റേഷനിലെ ഒരു അവസ്ഥ എന്താണ്? പല ഭാഗങ്ങളിലും, എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് രാത്രി മഴ കൊണ്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ എത്തുമ്പോൾ മഴയില്ല, പക്ഷെ പലയിടത്തും തന്നെ, പ്രത്യേകിച്ച് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് വളരെ രൂക്ഷമായൊരവസ്ഥയാണ്. നമ്മളുള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ ഇറങ്ങി വരുന്ന ഈ ദൃശ്യങ്ങൾ കാണുക. ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം എന്തുമാത്രം ദുരിതം അവർ അനുഭവിക്കുന്നുവെന്ന്. ഇവിടെ ഇറങ്ങി മെട്രോ പില്ലറിന്റെ മുകളിൽ കയറി ഇറങ്ങി ഇവിടേക്ക് താഴേക്ക് ഈ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് കൂനയിലും കമ്പിയിലും എല്ലാം പിടിച്ച താഴേക്ക് സ്ത്രീകളടക്കമുള്ളവർ ഇറങ്ങി വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ മെട്രോ സ്റ്റേഷന്റെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടക്കം നവീകരണങ്ങൾ നടക്കുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്ര കണ്ട് ബുദ്ധിമുട്ട്, വെള്ളക്കെട്ട് അടക്കം ഇവിടെ രൂക്ഷമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഈ സ്റ്റേഷന്റെ ഈ പരിസരത്തേക്ക് വരികയാണെങ്കിൽ എന്തുമാത്രം വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടെന്ന ഈ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇത് സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഇതിലെ ഈ വഴി മാത്രമേ അതിൻ്റെ അകത്തേക്ക് കയറി പോകാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഭാഗമാണ് പൂർണ്ണമായും വെള്ളക്കെട്ടിന്റെ പിടിയിലായിരിക്കുന്നത്. മുട്ടോളം എത്തുന്ന രീതിയിലേക്ക് ഇവിടെ വെള്ളം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഇന്നലെ രാത്രി എല്ലാം തന്നെ തീർത്തും ഇതിനകത്തേക്ക് കടക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് വരികയും ചെയ്തിരുന്നു. ഇതിന് ശേഷം ഇപ്പോൾ ഇന്ന് രാവിലേക്ക് എത്തുമ്പോൾ കുറച്ചെങ്കിലും വെള്ളത്തിന്റെ വെള്ളക്കെട്ടിന് ഒരു അല്പം കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ യാത്രക്കാരെല്ലാവരും തന്നെ തീർത്തും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ആളുകൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് രാവിലെ ഈ യാത്രാ ട്രെയിനുകൾ കൂടുതലായും തന്നെ രാവിലെ എത്തുന്ന ഒരു സമയമാണ്. ഇവിടേക്ക് വരുന്നവർ, പലയിടങ്ങളിൽ നിന്നും എല്ലാം തന്നെ വരുന്നവർ ഇങ്ങനെ ഈ ലഗേജ് അടക്കമുള്ള കാര്യങ്ങൾ തലയ്ക്ക് ചുമന്ന് വെള്ളത്തിലൂടെ നീന്തി കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുന്ന സ്ത്രീകളുടെ കാര്യമാണ് കൂടുതൽ ദുരിതത്തിലാവുന്നത്. അവർക്ക് ഇതുവഴി ഒന്നുകിൽ ഈ വെള്ളക്കെട്ടിലൂടെ, ഈ മലിനജലത്തിലൂടെ നീന്തണം, അല്ലായെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള ഈ മതിൽ ചാടി അതെല്ലാം തന്നെ കടന്ന് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് അടക്കമാണ് കാര്യങ്ങൾ എത്തുന്നത്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. യാത്രക്കാർ ഇവിടേക്ക് മറ്റുള്ളവരെല്ലാം തന്നെ സഹായിച്ച് മതിൽ കയറ്റി ഇറക്കി അങ്ങനെയെല്ലാമാണ് ഇവിടേക്ക് വരുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൻ്റെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോഴേക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡാനി, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പറയേണ്ട സാഹചര്യം പോലും ഇല്ല. കാരണം കാഴ്ചയിൽ തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ആളുകളുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്ന ആളുകളാണ്, അവർക്ക് ഒരുപാട് സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ടാകും. അപ്പോൾ ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ. ഡാനി, അവിടുത്തെ ആളുകളുടെ പ്രതികരണം തേടാൻ പറ്റുമെങ്കിൽ അതിലേക്ക് പോകാം. പകൽ സമയത്ത് എല്ലാം തന്നെ ഒറ്റ മഴയ്ക്ക് കൊണ്ട് തന്നെയാണോ? അതെ, ഇന്നലെ രാത്രി പെയ്ത ഈ മഴയിലാണ് ഇത്രയും വെള്ളക്കെട്ട് വന്നത്. പക്ഷെ ഇവിടെ ഓൾറെഡി മോട്ടറൊക്കെ കാണൽ വെച്ചിട്ടുണ്ട്. ആ മോട്ടർ വർക്ക് ചെയ്യാൻ താമസം വന്നുകൊണ്ടാണ് ഇത്രയും ടൈറ്റ് വന്നത്. പക്ഷേ ഇതിന്റെ അകത്ത് ഇപ്പൊ നിലവിൽ കാണുന്ന വെള്ളം കണ്ടില്ലേ ഞങ്ങള്? അതിന്റെ അകത്ത് ചെയ്യേണ്ടത് ഈ റെയിൽവേയിലാണ്, കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളല്ലേ. അപ്പൊ അവരതനുസരിച്ച് ആളുകൾക്ക് വന്ന് കയറാനുള്ള ഇറങ്ങാനുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ? ഇത് അത് വല്ലതുകൊണ്ട് അത് നോക്കിയേ എന്തോരം ജനങ്ങളാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. മഴ പെയ്ത ഇപ്പോഴുള്ളൊരു അവസ്ഥ തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇത്രയും വെള്ളം വരാറില്ല. പക്ഷെ ഇതിപ്പോ ഇന്നലെ ഓവർ മഴയാണ് പെയ്തേക്കണത്. ആ മഴ പെയ്യുമ്പോഴത്തേക്കും നോർമലി ഒരു 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ഈ വെള്ളം വറ്റി പോകുന്നതാണ്. പക്ഷേ ഇപ്പൊ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പൊ ഓൾറെഡി ക്ലിയർ ആയി. യാത്രക്കാരടക്കമുള്ളവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. പലരും തന്നെ കഷ്ടപ്പെട്ട നീന്തിയാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നത്. വരുന്ന വഴിയാണോ? വെള്ളത്തിൽ പെട്ടു. ഞങ്ങൾ നീന്തിയാ പോകുന്നത്. കുഞ്ഞുങ്ങളെ എടുത്ത് ഇപ്പുറത്തേക്കാക്കി ഞാൻ നീന്തി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. വെള്ളത്തിലൂടെ നീന്തിയാണ് വന്നത്. ഏതായാലും സ്ത്രീകൾ അടക്കമുള്ളവർ ഇതേപോലെ ഈ മെട്രോ പില്ലറിന്റെ മുകളിൽ കയറി അവിടെ നിന്ന് ഒരു അഭ്യാസം കാണിച്ച് ചാടി താഴേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഇതിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്കാണ്
എറണാകുളം നമ്മൾ ഈ മെട്രോ പരിവേഷം എല്ലാം തന്നെ പറയുന്ന ഈ സ്ഥലത്ത് ഒറ്റ മഴയിൽ മുങ്ങിപ്പോകുന്ന രീതിയിലേക്കാണ് എറണാകുളം ഈ കൊച്ചി നഗരത്തിലേക്ക് വരുമ്പോൾ പല ഭാഗങ്ങളും ഇതേ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നവീകരണം നടക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ അടിസ്ഥാന പ്രശ്നം അത് പരിഹരിക്കപ്പെടാതെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു പോകുന്നത്. കനത്ത ഒരു മഴയിൽ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് എല്ലാം തന്നെയുള്ളത്. സ്റ്റേഷനും പരിസരവും എല്ലാം ഈ രീതിയിലേക്കാണ് പോകുന്നു. ഇത് കാലങ്ങളായി നമ്മൾ കാണുന്നതാണ്. ഏതെല്ലാം രീതിയിലൊരു നവീകരണങ്ങൾ നടത്തിയാലും അടിസ്ഥാന പ്രശ്നം എന്താ എന്നത് മറന്നുകൊണ്ട് നടത്തുന്ന ഈ നവീകരണങ്ങൾ തന്നെയാണ് പലപ്പോഴും ഈ യാത്രക്കാരുടെ തീരാ ദുരിതത്തിലേക്കെല്ലാം തന്നെ എത്തുന്നത്. ഇരുചക്ര വാഹനങ്ങൾ പോകുമ്പോഴായിട്ട് ഇത് എവിടെയൊക്കെയാണ് കുഴികളുള്ളത് എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. സ്ഥിരപരിചിതക്കാർക്ക് മാത്രമേ ഇതിലൂടെ എല്ലാം തന്നെ കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്ര കണ്ട് ഒരു അഭ്യാസ പ്രകടനം നടത്തണമെങ്കിൽ മാത്രമേ ഈ ദിവസം ഈ കടന്നു പോകുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെയുള്ളൂ. വാഹനങ്ങളിൽ കയറി അവിടേക്ക് പലരും ലിഫ്റ്റ് ചോദിച്ചൊക്കെയാണ് പലരും പല പരിപാടികൾക്കും വേണ്ടി പല ഫംഗ്ഷനും എല്ലാം ഇതിന് വേണ്ടി വളരെ വൃത്തിയായി പോകുന്നവരാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഈ വെള്ളക്കെട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കുഴങ്ങുകയാണ്. പലരോടും അപ്പുറത്തെത്തിക്കുമോ എന്നെല്ലാം ചോദിക്കുന്നു. അല്ലെങ്കിൽ ഈ മതിൽ ചാടിയെല്ലാം തന്നെ പോകേണ്ട അവസ്ഥയിലേക്ക് ഒരു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നെല്ലാം തന്നെ പറയാവുന്ന അഭിമാനിക്കാവുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തൊട്ടിപ്പുറത്ത് മെട്രോ ട്രെയിൻ അടക്കമുള്ള സൗകര്യങ്ങളെന്നെല്ലാം തന്നെ പറഞ്ഞ് നമ്മൾക്ക് പറയാനുണ്ടെങ്കിലും അതിന് താഴെ ഇതാണ് അവസ്ഥ. ഈ രീതിയിലാണ് ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഒറ്റ മഴയിൽ മുങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ് ഈ റെയിൽവേ സ്റ്റേഷനും പരിസരവും. അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ എന്തൊരവസ്ഥയാണെന്ന് തോന്നിപ്പോകും നമുക്ക്. കാരണം അത്രമാത്രം ദുരിതമാണ് ആളുകൾ. ഇത് നമ്മൾ വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഒരുപാട് നവീകരണങ്ങൾ നടന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ വേണ്ടത് എന്താണ്, അടിസ്ഥാനമായി എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, ഇതുവരെ അവിടുത്തെ അധികാരികൾക്ക് കോർപ്പറേഷന് മനസ്സിലായിട്ടില്ലേ എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. നമ്മൾ വളരെ വ്യക്തമായി ഡാനി കാണിച്ചെന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇപ്പോഴും നമ്മൾ കാണുന്നു ആളുകൾ അവിടേക്ക് വരുന്ന ബുദ്ധിമുട്ട്. ആ മെട്രോൻ്റെ അതിന് മുകളിലൊക്കെ കയറി താഴോട്ട് ഇറങ്ങുന്ന ഒരു ഡാനി പറഞ്ഞതുപോലെ വലിയൊരു അഭ്യാസ പ്രകടനത്തിന് ശേഷം മാത്രമേ ഒന്ന് താഴേക്ക് ഇറങ്ങാൻ ആളുകൾക്ക് സാധിക്കുള്ളൂ എന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ ലഗേജൊക്കെ കയ്യിൽ കൊണ്ടുവരുന്ന ആളുകളാണ്. അവരൊക്കെ നീന്തി അപ്പുറം കടക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതൊരു പക്ഷേ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് വികസനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ പോലും എന്താണ് അടിസ്ഥാനമായി വേണ്ടത് എന്നത് അവിടുത്തെ അധികാരികൾക്ക് കോർപ്പറേഷന് മനസ്സിലാകുന്നില്ലേ, നമ്മുടെ സർക്കാരിന് മനസ്സിലാകുന്നില്ലേ എന്ന് നോക്കൂ. ആ ദൃശ്യം നോക്കൂ. ഒരു യുവതി പാലം കടക്കാൻ വേണ്ടി പെടുന്ന പെടാപ്പാടാണ്. ഇതിനൊക്കെ ഈ ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് നമുക്ക് മറ്റൊന്നും വാക്കുകൾ കൊണ്ട് പറയേണ്ട സാഹചര്യമില്ല. അത്രമാത്രം വലിയ ദുരിത ഈ പെഴുത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. യെസ് ദാനി പറഞ്ഞോളൂ. യാത്രക്കാരൻ ഇവിടെ ഈ പ്രദേശത്ത് എപ്പോഴും തന്നെയാണ് വെള്ളക്കെട്ടിന്റെ ഒരു ഭയങ്കര രൂക്ഷമായ അവസ്ഥയാണ്. ഇത് ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഇത്രയും വെള്ളം കെട്ടുന്നൊരു സ്ഥലം ഇവിടെ പ്രദേശം ഈ ഇത്രയും രൂക്ഷമാണ്. ഈ ട്രെയിനിൽ എത്രയാ യാത്രക്കാർ വരുന്നത്? ഫംഗ്ഷന് പോവുകയാണോ? ഞാനൊരു ഫംഗ്ഷൻ പോകാൻ വേണ്ടി വന്നു. അതെ, ഒരു ഫംഗ്ഷൻ പോകാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോ ഇപ്പൊ ഒരു കണക്കിനാണ് ഇപ്പൊ കിടന്നത്. നമുക്ക് ഫംഗ്ഷൻ പോകാൻ പറ്റുന്ന അവസ്ഥ കയറാൻ പറ്റണില്ല, വണ്ടി കയറാൻ പറ്റാത്ത, ബൈക്ക് വരെ പോകാൻ പറ്റാത്ത അത്രയും വെള്ളം കെട്ടാണ്. വളരെ പരിതാപകരമാണ്. വലിയ പരിക്കില്ല. ഞാൻ അവിടെ തട്ടി വീഴേണ്ടായിരുന്നു, ഇഴി വീഴേണ്ടായിരുന്നു. ഒരു കണക്കിന് ഒരാളെ കയറി പിടിച്ചാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. വളരെ മോശമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ചടങ്ങുകൾക്കും വേണ്ടി പോകാൻ വരുന്നവരൊക്കെ തന്നെയാണ്. അദ്ദേഹം നോക്കുക, വളരെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്. കാരണം ഈ വെള്ളത്തിലൂടെ എല്ലാം തന്നെ കടന്ന് ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കുക എന്ന് വെച്ചാൽ അത് ഒരു ഭാഗ്യം തന്നെയാണെന്ന് പറയേണ്ടി വരും. അതേപോലെ അത്ര കണ്ട് ഇവിടുന്ന് സ്ത്രീ യാത്രക്കാരാണ്, അല്ലെങ്കിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ അകപ്പെട്ടു പോകുന്നത്. കാരണം അവർക്കറിയില്ല ഇവിടേക്ക് വരുമ്പോൾ. അവിടെ ഓട്ടോ സംവിധാനമുണ്ട്, പക്ഷേ പലപ്പോഴും അവിടെ ഓട്ടോകൾ നമ്മൾ വരുമ്പോഴേക്ക് യാത്രക്കാർ കൂടുതലായി വരുന്നുണ്ട് പോവുകയെല്ലാം തന്നെ ചെയ്യുന്നു. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ആലപ്പുഴ. വെള്ളക്കെട്ട് പ്രതീക്ഷിച്ചോ? ഇല്ല, പ്രതീക്ഷിച്ചില്ല. അതെ. പിന്നെ പലരും ഇതേ വഴി വന്ന് ഇത് പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് ഈ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇത്ര കണ്ട് രൂക്ഷമാണ് എന്നതെല്ലാം തന്നെ അവർക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ വെള്ളം ഇറങ്ങുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ സമീപ പ്രദേശത്തെ റോഡുകളും എല്ലാം തന്നെ ഇതേപോലെ മുങ്ങിക്കിടക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട് ചേർന്ന് വരുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. പല ഭാഗങ്ങളിലും തന്നെ കാനകളെല്ലാം തന്നെ നിറഞ്ഞ
അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ പോകുന്നു. ഈ ഭാഗത്തേക്ക് കാലങ്ങളായി അനുഭവപ്പെടുന്ന KSRTC ബസ് സ്റ്റാൻഡ് പരിസരം, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ, ഇവിടേക്കെല്ലാം തന്നെ പോകുമ്പോൾ കളത്തിപ്പറമ്പ് റോഡ്, പനമ്പള്ളി നഗറിന്റെ ചില ഭാഗങ്ങൾ, ഇതെല്ലാം ഇത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അവിടെ വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങൾ വേണം. ഇവിടെ വലിയ രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലുള്ള പദ്ധതികൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് പറയുമ്പോഴും അതൊരു സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. ഇപ്പോൾ മുല്ലശ്ശേരി കനാൽ റോഡിന്റെ മുല്ലശ്ശേരി കനാലിന്റെ നവീകരണങ്ങൾ അത് പാതി വഴിയിൽ ഇപ്പോഴും നിലച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇച്ഛാശക്തിയോടെ നടപ്പാക്കിയില്ലെങ്കിൽ എത്ര മേനി പറഞ്ഞാലും ഇതേപോലെ ഒറ്റ മഴയിൽ നനഞ്ഞു പോകുന്ന ഒരു മണൽ നഗരം എന്ന പോലെ തന്നെയാകും കൊച്ചി എന്ന കാര്യത്തിൽ ഒരു തുലാവർഷം സംശയവുമില്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഇനി ഈ കാഴ്ചകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുമല്ലേ വരും ദിവസങ്ങളിൽ? അപ്പോൾ ഒരു സംശയവും വേണ്ട. കാരണം ഇത് ഇന്നലെ രാത്രിയിലെ ഒറ്റ പെയ്ത്തിനാണ് ഇത് കാണുന്നത്. തുലാവർഷം വരുന്നതേ ഉള്ളൂ. അതിനുള്ളൊരു കർട്ടൻ റൈസറാണ്. എവിടെ നിന്ന് വരുന്നത് ചേട്ടാ? ആലപ്പുഴ നിന്ന് വരുവാ. എവിടേക്കാ? ഇവിടെ മെട്രോയിലേക്കോ? അത് ഈ രീതിയിലേക്ക് മുങ്ങി പോകുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഒട്ടും പ്രതീക്ഷിച്ചില്ല. രാവിലെ വന്നതാണ്. ശരി, തിരക്ക് പിടിച്ചോടുകയാണ്. കാരണം പകുതി സമയം ഇവിടെ കൃത്യമായിട്ട് വന്നു പോകുന്നതിന് ഇതിലെല്ലാം തന്നെ ഈ വെള്ളക്കെട്ട് എല്ലാവരെയും തന്നെ യാത്ര മാറ്റിയിരിക്കുന്നു എന്നതാണ്. തീർച്ചയായും അത് തന്നെയാണ്. അവിടെ വന്നിറങ്ങിയവർ ഇപ്പോൾ മനസ്സിൽ ഒറ്റ കാര്യമേ വിചാരിക്കുന്നുള്ളൂ. അത് വളരെ ലളിതമായി പറഞ്ഞാൽ വന്നു പെട്ടു, അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഡാനി പറഞ്ഞതുപോലെ ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെ മീനി പറഞ്ഞാലും അടിസ്ഥാന സൗകര്യം സാധാരണക്കാർക്ക് നടപ്പിലാക്കി കൊടുക്കുന്നത് അവിടുത്തെ കോർപ്പറേഷനാണ്, ഭരണാധികാരികളാണ്, നമ്മുടെ സർക്കാരാണ്. ഈ കാഴ്ചകൾ അവർ കാണുന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ നേരെ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിലും ദുരിത പെയ്ത്ത് തുടരുകയാണ്. വെള്ളാരംകുന്നിൽ റോഡിലേക്ക് പതിച്ച മൺകൂനയിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യമുണ്ടായിരിക്കുന്നു. കുമളി 1-ാം മൈലിൽ മലവെള്ളപ്പാച്ചിലിൽ വീടുകളിലും കടകളിലും അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ചെള്ളിമട KK റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇടുക്കിയിൽ ഏറ്റവും പ്രധാനമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ്. 139.30 അടിയായാണ് ഇപ്പോൾ ജലനിരപ്പ് നിൽക്കുന്നത്.